ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ്. മസാലയൊന്നും വഴറ്റാതെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങും ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ ചോളാണ് ആവശ്യമായിരിക്കുന്നത്. വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് ചീസും ചേർത്തിട്ടുണ്ട്. ചീസ് ഓപ്ഷനിലാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചേർത്തിരിക്കുന്ന മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ചേർത്തിട്ടും ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇതിനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് സെമി ലിക്വിഡ് ആയിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. വെള്ളം ഏകദേശം 1/2 കപ്പ് എടുത്തിരുന്നു. അതിൽ നിന്നും കുറച്ച് വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു ബ്രെഡ് വെച്ച് സാൻഡ്വിച്ചൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫില്ലിംഗ് ഇവിടെ നന്നായിട്ട് തന്നെ പറ്റിപ്പിടിച്ച് നിന്നോളും. ഒട്ടും പുറത്തേക്കൊന്നും വരില്ല. ഇനി ഇതിവിടെ 4ആയിട്ട് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ കോൺഫ്ലോറിൻ്റെ മിക്സിൽ ഇത് ആദ്യം നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. അരികുകൾ ആദ്യം വെച്ചിട്ട് വേണം ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ക്രംസിലോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സിൻ്റെ ചെറിയ പൗഡർ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യരുത്. എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഒന്ന് സ്ട്രെയിനറിൽ വെച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്കിത് കിട്ടും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ നല്ല ചീസി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്നതാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.